രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി പോലീസ് റിപ്പോർട്ട്. ഗർഭഛിദ്രത്തിനും ബലാത്സംഗത്തിനും തെളിവുകൾ നിരത്തിയ അന്വേഷണ സംഘം മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട കോടതി മുറിയിൽ വാദം തുടരുകയാണ്. രാഹുലിന്റെ വാദം പൂർത്തിയായി, പ്രോസിക്യൂഷൻ വാദം തുടരുകയാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അനന്തൻ, എപ്പോഴത്തേക്ക് വിധി പ്രതീക്ഷിക്കാം? മാധു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുകയാണ്. അടച്ചിട്ട കോടതിയിലാണ് വാദം നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന്റെ വാദം പൂർത്തിയായി. ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം തുടങ്ങിക്കഴിഞ്ഞു. രാഹുലിന്റെ വാദത്തിൽ പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത് തനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണ് ഇപ്പോഴുള്ളത്. തനിക്കെതിരെ ഇങ്ങനൊരു പരാതി വന്നതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരണയാണ്. അതിൽ BJP CPM ഗൂഢാലോചന ഉണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ പറയുന്ന ബലാത്സംഗമോ ഗർഭഛിദ്രമോ ഒന്നും നടന്നിട്ടില്ല. ഈ ഗർഭഛിദ്രത്തിന് താൻ നിർദ്ദേശം നൽകിയിട്ടുമില്ല, താനത് അറിഞ്ഞിട്ടുമില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പ്രേരിതമായ കെട്ടിച്ചമച്ച കേസെന്നുള്ള വാദം ഉന്നയിക്കുകയാണ്. അതിന് തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ രേഖകൾ കോടതി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അതിലെ ഡിജിറ്റൽ തെളിവുകൾ ടെലിവിഷനിലൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പോൾ കോടതി അത് പരിശോധിക്കുന്നത്. അതിനൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ വാദവും, അതായത് ജാമ്യം നൽകുന്ന ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. പ്രോസിക്യൂഷൻ ആ വാദങ്ങൾ കോടതിയിൽ നിരത്തുകയാണ്. ഏതായാലും അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം അവസാനിക്കും. അത് കഴിഞ്ഞാൽ ഈ ഉത്തരവ് എപ്പോഴാണ് എന്നുള്ളത്, അതല്ലെങ്കിൽ ഈ ഇത്രയും വിശദമായ വാദം കേട്ടതുകൊണ്ട്, കാരണം ഏതാണ്ട് അരമണിക്കൂറിലേറെയായി കോടതി വിശദമായ വാദമാണ് ഈ ഹർജിയിൽ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഉത്തരവ് പറയാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉത്തരവ് പറയാനാണ് സാധ്യത. അതല്ലെങ്കിൽ കോടതി അപ്പോൾ തന്നെ ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അപ്പോൾ തന്നെ ഉത്തരവ് വരാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഏതാണ്ടും നിമിഷങ്ങൾ മാത്രം ഇനിയുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഉത്തരവ്, തീരുമാനം എന്താണ് എന്നറിയാൻ. പ്രോസിക്യൂഷന്റെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ്. ഉച്ചയോടുകൂടി ഒരുപക്ഷെ ആ വിധി പ്രതീക്ഷിക്കാം.